നമസ്തേ. നമ്മുടെ ഡേ 8ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം മുതൽ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ 7 ദിവസത്തെ വീഡിയോസ് അതേപോലെ ഫോളോ ചെയ്ത് വായോ കേട്ടോ. നമ്മൾ ന്യൂ ഇയർ വരെ ഈ ഒരു ചലഞ്ച് കണ്ടിന്യൂ ചെയ്യാണ്. 21 ഡേയ്സ് ചലഞ്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്ലേലിസ്റ്റിൽ 21 ഡേയ്സ് ചലഞ്ച് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കോഴ്സ്. അത് ഓർഡറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് വന്നാൽ മതി. ഓക്കെ, കഴിഞ്ഞ 7 ദിവസങ്ങളിൽ തികച്ചും ബിഗിനേഴ്സിനെ ബേസ് ചെയ്തിട്ട് തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു പോയിരുന്നു. അതിൽ ലൂസനിങ് ഉണ്ടായിരുന്നു, ചെറിയ രീതിയിലുള്ള വാമപ്പ് ഉണ്ടായിരുന്നു, ബേസിക് ആയിട്ടുള്ള ആസനാസം നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ആക്ടിവിറ്റിയോളം തന്നെ അത്രയും കാര്യങ്ങളും അതിൽ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, കാരണം ഓരോന്നും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. ഇന്ന് നമ്മൾ സൺ സാലുട്ടേഷൻ, സൂര്യ നമസ്കാരം ചെയ്തു തുടങ്ങുകയാണ്. നിലവിൽ ഹെൽത്ത് വൈസ് ഒത്തിരി ഇഷ്യൂസ് ഉള്ള ആളുകൾ ഉണ്ടാവാം, ഇഞ്ചുറീസ് ആയിട്ടും അല്ലെങ്കിൽ അത്രയും ഫ്ലെക്സിബിൾ ഇല്ലാത്ത ആളുകളും ഒക്കെ ഉണ്ടാവാം. നമ്മളിപ്പോൾ സൂര്യ നമസ്കാരം ചെയ്യുകയാണെങ്കിലും മറ്റ് ആസനാസ് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ നിലവിലുള്ള സ്റ്റേജ് എന്താണോ അതനുസരിച്ചുള്ള രീതി വേണം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട്. ഇപ്പോൾ സൂര്യ നമസ്കാരം ചെയ്യുകയാണ്, ഈ സമയത്ത് നിങ്ങൾക്ക് അത്രത്തോളം ഒന്ന് അല്ലേ വല്ലാതെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, കാലൊന്നും വഴങ്ങുന്നില്ല, നോ ഇഷ്യൂ. നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾ പ്രാക്ടീസിലൂടെ ഡെവലപ്പ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെച്ചു എന്നുള്ളത് കൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മളിത് യൂസ് ചെയ്യുമ്പോഴും ഇതിനെ ഡെവലപ്പ് ചെയ്യുമ്പോഴും മാത്രമാണ് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്, നമ്മളത് അനുഭവിക്കുന്നത്. ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സൂര്യ നമസ്കാരം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ എല്ലാ ദിവസത്തെയും സെഷന് മുമ്പായിട്ട് ഒരു ലൈറ്റ് വാമപ്പ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോളൂ. കാരണം എല്ലാ ദിവസവും നമ്മൾ വാമപ്പ് കൂടി ആഡ് ചെയ്യുമ്പോൾ ടൈം ഒത്തിരി സ്പെൻഡ് ആവും. അതുകൊണ്ട് അതിനുശേഷം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് എടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇന്നത്തെ ദിവസം ലൂസനിങ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നെക്ക് മുതൽ ഓരോ ജോയിൻസും അല്ലേ സൂക്ഷ്മ വ്യായാമം എന്നൊക്കെ പറയാം, ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിൽ ഈ ലൂസനിങ് അല്ലെങ്കിൽ സൂക്ഷ്മ വ്യായാമം നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ നോർമൽ കേസിൽ നമ്മൾ ഇത്രയും ദിവസം ചെയ്തു വന്നതുപോലെ ഒരു കൃത്യമായ താളത്തിൽ ചെയ്തു പോവാം. അതല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് ഡീപ്പ് ബ്രീത്തോടു കൂടി അല്ലേ വളരെ ആ കാര്യം അറിഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാം. അങ്ങനത്തെ രീതികളും ഉണ്ട്. രണ്ട് രീതിയാണെങ്കിൽ പോലും ഓരോ മൊമെൻറ്റിനും കറക്റ്റായിട്ട് പ്രോപ്പർ ബ്രീത്ത് നിങ്ങൾ ഇൻഹേൽ എക്സേൽ കൊടുത്തുകൊണ്ട് തന്നെ വേണം ചെയ്തു പോകാനായിട്ട്. അപ്പോൾ ഈ ബ്രീത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് ശീലിക്കുന്നത് അതൊരു ശീലം, ഒരു രീതിയാക്കി മാറ്റാൻ നോക്കുക. എപ്പോഴൊക്കെയോ ഒരിക്കലും നമ്മൾ ബ്രീത്ത് മറന്നു പോകും, ഇടയ്ക്ക് തോട്ട് കയറി വരും. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമാണ്. പ്രാക്ടീസിലൂടെ കൃത്യമായ ശ്വസനത്തോടെ ശരീരം അനക്കുന്ന രീതി അല്ലേ മൂവ് ചെയ്യാൻ വേണ്ടി ശീലിച്ച് കൊണ്ടുവരിക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നെക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇൻഹേൽ ചെയ്തുകൊണ്ട് ബാക്കിലേക്കും, എക്സേൽ ചെയ്തുകൊണ്ട് മുന്നോട്ടും. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കണ്ടിന്യൂ ചെയ്യൂ. തല നിവർത്തി കൊണ്ടുവരുന്നു. രണ്ട് വശങ്ങളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. 1 2 1 2. ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട്. ഓക്കെ, നിവർത്തി കൊണ്ടുവരിക. നമ്മുടെ കൈകളൊന്ന് നീട്ടി നിവർത്തി പിടിച്ചിട്ട് കൈകളൊന്ന് പിരിച്ചു കൊടുത്തേ. ശരിക്ക് കൈകൾ തിരിയട്ടെ. 1 2 1 2 1 2. അതേപോലെ കൈകൾ മടക്കി പിടിക്കുക. എന്നിട്ട് നേരെ താഴേക്ക് തിരിക്കുക. 1 2. ഷോൾഡർ ജോയിന്റ് ശരിക്കും മൂവ് ചെയ്യട്ടെ. 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, കൈ താഴ്ത്തിയിട്ടിട്ട് സൈഡിലേക്ക് ഒന്ന് പൊന്തിച്ചു കൊടുക്കുക. 1 2 3 4 5 6 7 8. ഓക്കെ, കൈ ഒന്ന് ഫ്രീ ആക്കുക. ഇനി കൈകൾ നീട്ടി ഓപ്പൺ ആക്കി പിടിക്കുക. റൊട്ടേഷൻ. 1, തിരിച്ച് റിവേഴ്സ് ചെയ്യുക. 2 3 4 5 6 7 8 9 10. കൈകൾ ഷോൾഡറിന് തളർച്ച തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൂസ് ചെയ്തു. എന്നിട്ട് കൈ ഒന്ന് മുന്നിലേക്ക് മടക്കി നിർത്തുക. 1 2 3 4
5 6 7 8. തിരിച്ചു പിടിച്ചോ. നമ്മുടെ കൈപ്പത്തി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ. നമ്മുടെ ഷോൾഡർ, കൈകൾ, ഇവിടെയൊക്കെ വരുന്ന മിക്ക ഇഷ്യൂസും അല്ലെങ്കിൽ ടോട്ടൽ ബോഡിയിൽ അല്ലേ ജോയിൻറ്റിനും മസിൽസിനും ഒക്കെയാണ് കൂടുതൽ ആളുകൾക്കും ഓരോ ബുദ്ധിമുട്ടുകൾ വരാറുള്ളത്. അപ്പോൾ ഈ ലൂസനിങ് പ്രോപ്പർ ബ്രീത്തോടെ റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബെനിഫിറ്റാണ്. ഇങ്ങനത്തെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമുക്ക് വരാതിരിക്കും. പുറത്തേക്ക് സ്ട്രെച്ച് ചെയ്തേ. 1 2 3 4 5 6. അതേപോലെ അകത്തേക്ക് 1 2 1 2 1 2. വിരലുകൾ വിടർത്തി പിടിച്ചിട്ട് കൈ ചുരുട്ടിയേ. കൈ ചുരുട്ടുമ്പോൾ ശരിക്കും എക്സേൽ ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6. ഓക്കെ, റിലാക്സ്. കൈ താഴ്ത്തിയിടുക കേട്ടോ. ഇനി സൈഡിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. കറക്റ്റ് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. 1. അപ്പോൾ കൈ നിവർത്താൻ നോക്കും, മാക്സിമം വളയട്ടെ. ഓപ്പോസിറ്റ് ചെയ്യാം. എക്സേൽ 2, എക്സേൽ 3 4 5 6 7 8. ഇനി ഇങ്ങനെ തന്നെ കൈ പിടിച്ചിട്ട് നമ്മൾ അപ്പർ ബോഡി ശരിക്ക് ടേൺ ചെയ്യട്ടെ. അപ്പം കാലുകളൊന്ന് ടൈറ്റ് ചെയ്യുക, നമ്മുടെ തൈസിൻ്റെ ഭാഗം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആവശ്യമില്ലാതെ നമ്മുടെ നീ ജോയിൻ്റ് കൂടി അതിൻ്റെ കൂടെ അല്ലേ തിരിയുന്ന പോലെ ഉണ്ടാവും. ശരിക്കും അപ്പർ ബോഡി ചെയ്തിട്ട് 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. ഓക്കെ, റിലീസ് ചെയ്യുക. ഇനി നമുക്ക് ഇതെല്ലാം ബേസാണ്, എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് ഒരു ദിവസം അല്ലേ ഒരു പ്രത്യേക ആസനയിലേക്കോ ഇപ്പോൾ ഫോർവേഡ് ബെൻഡ് ചെയ്യാനോ ഇതൊന്നും നേരിട്ട് നമ്മളതിലേക്ക് കിടക്കരുത്. ഇൻഡയറക്റ്റ് ആണ്. അപ്പോൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ നമുക്കൊരു സൂര്യ നമസ്കാരം ചെയ്യണം അല്ലെങ്കിൽ ആസനം ചെയ്യണം, ഒന്നും വേണ്ട. ദിവസവും നമ്മൾ ബാക്കിലേക്കും മുൻപിലേക്കും ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ലൈറ്റായിട്ടൊക്കെ ബെൻഡൊക്കെ ചെയ്യണം ഈ ലൂസനിങ്ങിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ നമുക്ക് ഒരു ഇഞ്ചുറീസ് ഒഴിവാക്കാൻ പറ്റും. ചെയ്യുന്ന കാര്യം മാക്സിമം നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് കൈകളൊന്ന് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ടൈറ്റ് പിടിച്ചോ. ഫുൾ ബോഡി നിവരട്ടെ. നമുക്ക് അരക്കെട്ടിൻ്റെ ഭാഗത്തൊക്കെ അല്ലേ ഒരു ബെൻഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിവർത്തി പിടിച്ച് സ്ട്രെച്ച് കൊടുത്തു. എന്നിട്ട് കാലൊക്കെ പാകത്തിന് അകലത്തിൽ വെക്കുക. ജസ്റ്റ് ഇതേ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ബാക്കിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്ത് നോക്കുക. അതേപോലെ സ്ട്രെച്ച് ചെയ്ത് ഫോർവേഡ് ബെൻഡ് ചെയ്ത് നോക്കുക. കൈ താഴെ എത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ചെയ്യാം. വീണ്ടും ശരിക്കും നിവർന്ന് വരാം. എക്സേൽ ചെയ്യുക, മുന്നോട്ട്. വീണ്ടും നിവർന്ന് വരാം. എക്സേൽ, മുന്നോട്ട്. ഒന്ന് റിലാക്സ് ചെയ്യാം, റിലീസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബെൻഡ് ചെയ്യുന്നത് ഒരു 3 4 5 തവണ. അപ്പോൾ നമ്മൾ മാക്സിമം ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് എത്ര പറ്റും അതിലേക്ക് ഒന്ന് കൈ നിവർത്തി കൊടുക്കുക. ബാക്കിലേക്ക് വളയുമ്പോൾ ഫോർവേഡ് ബെൻഡ് ചെയ്യുമ്പോഴും അല്ലേ അരക്കെട്ടിൻ്റെ ഭാഗം മുതൽ താഴേക്ക് ചാഞ്ഞ് വരുന്നത് പോലെ. ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചാഞ്ഞ് വരാൻ പറ്റില്ല, അപ്പം നട്ടൽ വളയും, സ്വാഭാവികമാണ്. പക്ഷെ അത് കുഴപ്പമില്ല, പ്രാക്ടീസിലൂടെ പതുക്കെ പതുക്കെ ഒന്ന് റെഡി ആയി കൊണ്ടുവരാം. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് കുനിഞ്ഞ് നിൽക്കുക. കൈ ഒന്ന് താഴെ വെച്ചിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ. 1. ശരീരം ഒന്ന് ചരിച്ച് മുകളിലേക്ക് തിരിക്കുക. 1. ഓപ്പോസിറ്റ് ചെയ്ത് നോക്കിയേ. 2 3 4 5 6. ഓക്കെ, റിലാക്സ്. ഇത്രയും ഹിപ്പ് വരെയുള്ളതാണ്. എന്നിട്ട് ഹിപ്പിന് ലൈറ്റായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഹിപ്പ് റൊട്ടേഷനിലൊക്കെ നമ്മൾ സ്ട്രെച്ച് ചെയ്യാതെ ചെയ്യുക. ചുമ്മാ ആ ഒരു ഭാഗം നമുക്കൊന്ന് ലൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിന് വെറുതെ ഒന്ന് കറക്കിയെടുക്കുക.
അതേപോലെ അത് തിരിച്ച് ചെയ്യാം. 1 2 3 4 5 6 7. ഓക്കെ. ഇനി നമ്മൾ മുൻപിലേക്ക് ഒന്ന് കുനിഞ്ഞു നിന്നിട്ട് ജസ്റ്റ് ഒന്ന് മുട്ട് മടക്കുക. അല്ല, ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് താഴെ കൈയെത്തും. കാലിൽ എത്തുന്നിടത്ത് മാക്സിമം മുറുക്കി പിടിക്കുക, ടൈറ്റ്. എന്നിട്ട് ഈ കാലൊന്ന് നിവർത്തി നോക്കുക. 1 ഹാംസ്ട്രിങ് മസിൽസ് ശരിക്കൊന്ന് വലിയട്ടെ. 2 3 4 5 6 7. കണ്ടിന്യൂ ചെയ്യൂ. 8. ശരിക്ക് നിവരട്ടെ. 9. ലാസ്റ്റ് 1 10. സ്റ്റോപ്പ് ചെയ്തോ. പതുക്കെ നിവർന്ന് നിൽക്കുക. നമ്മുടെ വലത് കാല് മുട്ട് മടക്കിയിട്ട് ഒന്ന് മൂവ് ചെയ്ത റൊട്ടേഷൻ. 1 2 3 4 5. അതേപോലെ റിവേഴ്സ് ചെയ്തേ. 1 2 3 4 5. അടുത്ത കാലം അതേപോലെ ചെയ്തേ. 1 2 3 4 5. റിവേഴ്സ് ചെയ്യാം. 1 2 3 4 5. ഓക്കെ, താഴെ വെച്ചു. നമ്മൾ കാൽപാദം, അതായത് നമ്മുടെ ബോഡി വെയ്റ്റിൽ ഹീലൊന്ന് മുകളിലേക്ക് പൊന്തിക്കുക. നമ്മുടെ കാഫ് മസിലിന് എന്നും ഒരു റൈസിങ്, ഒരു സ്ട്രെങ്തനിങ് ആക്ടിവിറ്റി കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ അപ്പർ ബോഡിയിലേക്കുള്ള സർക്കുലേഷൻ ഫ്ലോ ഒക്കെ നന്നായിട്ട് നടക്കും. ഹാർട്ടിനൊരു സപ്പോർട്ടാണ്. കാഫ് മസിലിൻ്റെ ഹെൽത്ത് നന്നായിട്ട് നോക്കുന്നത്. അപ്പോൾ ശരിക്കും ഇൻഹേൽ മുകളിലേക്ക് വരട്ടെ, എക്സേൽ താഴേക്ക്. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. 3 4 5 6 7 8 9 10. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാം. പതുക്കെ ഒന്ന് റിലാക്സ് ചെയ്യാം. മാറ്റിലൂടെ ഒന്ന് പതുക്കെ ഒന്ന് മൂവ് ചെയ്തോളൂ. ഓക്കെ, ഇനി നമ്മൾ മാറ്റിലേക്ക് ഒന്ന് മുട്ടുകുത്തി നിൽക്കുക. നമ്മുടെ സ്പൈനിൽ നിന്ന് ഒരു ആക്ഷൻ കൊടുക്കണം നമുക്ക്. അപ്പോൾ കൈ കുത്തിയിട്ട് കറക്റ്റായിട്ടുള്ള അളവിൽ നിൽക്കുക. നമ്മുടെ ശ്രദ്ധ നമ്മുടെ സ്പൈനിലേക്കാവട്ടെ. നന്നായിട്ട് ഇൻഹേൽ ചെയ്തുകൊണ്ട് തല ഉയർത്തി മുകളിലേക്ക് നോട്ടം. അപ്പോൾ നട്ടല് താഴേക്ക് ഒന്ന് വളച്ച് കൊടുക്കുക, ടൈറ്റ്. എക്സേൽ ചെയ്തുകൊണ്ട് തല ഉള്ളിലേക്ക് മടക്കുമ്പോൾ സ്പൈൻ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓക്കെ, ഒരു സ്റ്റെപ്പ് കൂടി കൈ മുൻപിലേക്ക് വെക്കാം. ഒരു സ്റ്റെപ്പ് കൂടി എടുത്ത് വെച്ചു. പതുക്കെ കാല് ചേർത്ത് വെക്കാം. അതിൽ നേരെ പതുക്കെ 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 വേണം ചെയ്യാൻ കേട്ടോ. നട്ടല് വളച്ചു, തൈസ് നിലത്ത് വെച്ചു, തൈസിൻ്റെ ഭാഗം. എന്നിട്ട് നമ്മൾ മുൻപിലേക്ക് നോക്കിക്കൊണ്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യാം. അതേപോലെ കയ്യോ കാലോ അഡ്ജസ്റ്റ് ചെയ്യേണ്ട, ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കട്ടെ. നേരെ ഒന്ന് മുകളിലേക്ക് പൊന്തിയിട്ട് ബാക്കിലേക്ക് തള്ളി അമർത്തി സ്ട്രെച്ച് ചെയ്തു. വീണ്ടും കാല് മുട്ടുകുത്തി നേരെ കാലിലേക്ക് ഇരിക്കുക. അപ്പോൾ ഈ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, നീക്ക് ഇഷ്യൂ ഉള്ളവർ, ഇഞ്ചുറി ഉള്ളവർ, തേയ്മാനമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കാല് മടക്കിയിരിക്കുന്ന രീതി ഒഴിവാക്കണം കേട്ടോ. ഒരിക്കലും നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതെ ചെയ്യുമ്പോൾ
പോയതൊക്കെ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്, വേദനകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ അങ്ങനെയുള്ളവർ, ബാക്കിന് ഇഷ്യൂ ഉള്ളവരോ നീക്ക് ഇഷ്യൂ ഉള്ളവരോ ഒക്കെ അലേർട്ടായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് പതുക്കെ സൂര്യ നമസ്കാരത്തിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നോളൂ. എഴുന്നേറ്റ് നിൽക്കുക. എന്നിട്ട് ഫസ്റ്റ് ടൈമായിട്ട് സൂര്യ നമസ്കാരം ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ മാക്സിമം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോവുക, കൂടെ ചെയ്ത് നോക്കുക, പറ്റുന്നത് പോലെ ചെയ്ത് നോക്കുക കേട്ടോ. ഒന്നിലൊന്നും മാറി നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് ഫസ്റ്റ് വൺ മാറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കാം. കാരണം ബാക്കിലുള്ള സ്പേസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. കാലുകൾ ചേർത്ത് വെച്ചു സ്ഥിതി. എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് പ്രണമാസൻ. കൈ രണ്ടും ചെസ്റ്റിന് മുൻപിലായിട്ട് തൊഴുത് പിടിക്കുന്നു. നമ്മൾ ഈ സൺ സാലുട്ടേഷൻ ചെയ്യുന്നത് രാവിലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ കിഴക്ക് വശത്തേക്ക് തിരിഞ്ഞ് നിൽക്കുന്നത് നല്ലതാണ്. സൺ സാലുട്ടേഷൻ മാത്രമല്ല, യോഗ സാധന ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കുന്നത് ബെറ്ററാണ് പറ്റുമെങ്കിൽ. ഓക്കെ, കൈ തൊഴുത് പിടിച്ചു. ഇനി നമ്മൾ തൊട്ട് മുൻപ് നിന്നുകൊണ്ട് ചെയ്തൊരു കാര്യം ഓർമ്മയുണ്ടോ? നമ്മൾ കൈ നിവർത്തിയിട്ട് ബാക്കിലേക്ക് ബെൻഡ് ചെയ്തില്ലേ, ശരിക്കും കൈ മുട്ട് മടങ്ങാതെ സ്ട്രെച്ച് ചെയ്തു ബാക്കിലേക്ക്. അതേപോലെ നമ്മൾ ഫോർവേഡും ബെൻഡ് ചെയ്തു അല്ലേ, സ്പൈനൊക്കെ സ്ട്രെച്ച് ചെയ്തുകൊണ്ട്. സെയിം ആ രണ്ട് ആക്ഷൻ അവിടെ അതേപോലെ അപ്ലൈ ചെയ്യുക. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് പ്രണമാസൻ, സെക്കൻഡ് വൺ ഹസ്ത ഉത്താനാസൻ എന്നാണ് പറയുക. അപ്പം നിന്നിട്ട് ഇവിടുന്ന് വളയുന്ന രീതിയല്ല, ശരിക്കും നമ്മുടെ ഹിപ്പിനെ സേഫ് ആക്കണം. എങ്ങനെയാണ്? ഹിപ്പ് ഒന്ന് മുന്നിലേക്ക് തള്ളി കൊടുക്കുക. ഇപ്പോൾ അരക്കെട്ട് സേഫായി. ചെസ്റ്റ് വിരിക്കുക, ഈ ഒരു പോർഷൻ വിരിച്ച് കൈ ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്തു ടൈറ്റ്. അതേപോലെ തേർഡ് വൺ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് പാദഹസ്താസൻ, കൈ താഴെ എത്തട്ടെ. ഇതിൽ രണ്ടിലും ഒത്തിരി കോംപ്ലിക്കേഷൻ നോക്കണ്ട, കാരണം നിങ്ങൾക്ക് പറ്റുന്നത് പോലെയാണ് ചെയ്യേണ്ടത് അല്ലേ. നമ്മളിപ്പോൾ 3 സ്റ്റെപ്പ് മൊത്തം ചെയ്തു. കൈ തൊഴുത് പിടിച്ചു, ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്തു, അതേപോലെ നമ്മൾ മുന്നിലേക്ക് വന്നു. എത്തുന്നിടത്ത് വരെ വെച്ചാൽ മതി. കൈ നിലത്തെത്തിയില്ലെങ്കിൽ നോ ഷ്യൂ. പക്ഷെ ബാക്കിലേക്ക് വളയുന്നത് എപ്പോഴും നിൽക്കുന്ന ബാക്കിലേക്ക് വളഞ്ഞാൽ, ഇപ്പോൾ ഈവൻ നിങ്ങളൊരു ബാക്ക് പെയിൻ ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ, ഇപ്പോൾ സൂര്യ നമസ്കാരം അടക്കമുള്ള സംഭവങ്ങൾ തെറ്റായിട്ട് ചെയ്ത് ശീലിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബാക്ക് പെയിൻ വരാം. അതുകൊണ്ട് റോങ് ആയിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ കോർ മസിൽ എല്ലാവരും സ്ട്രെങ്ത് ആയിരിക്കില്ല, എപ്പോഴും വീക്കായിരിക്കും. കാരണം ഫാറ്റൊക്കെ കൂടുതൽ ഡിപ്പോസിറ്റ് ആവുന്നത് കണ്ടിട്ടില്ലേ, മസിൽസൊക്കെ വീക്കായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ഓവർ വെയിറ്റ് വരുന്ന സമയത്ത്. ഇപ്പോൾ ഈ നമ്മുടെ കോറിന് അബ്ഡമൻ്റെ ഭാഗത്ത് സ്ട്രെങ്ത് കുറവാണെങ്കിലും ബാക്കിലേക്ക് വളയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ലോഡും പോകുന്നത് ബാക്കിൽ തന്നെ ആയിരിക്കും അല്ലേ. കാരണം മുന്നിൽ സപ്പോർട്ട് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുന്ന ആംഗിൾ കൂടി കറക്റ്റ് അല്ലെങ്കിൽ ഉറപ്പാണ് നമുക്ക് ബാക്കിനൊരു ഇഷ്യൂ, ഒരു ബുദ്ധിമുട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പം ബാക്ക് നിങ്ങളുടെ സേഫാണ് അല്ലേ. നിന്നെടുത്തുനിന്ന് വളയല്ല, നമ്മളൊന്ന് മുന്നോട്ട് തള്ളി ബാലൻസ് കറക്റ്റ് ചെയ്ത് ചെസ്റ്റ് ഓപ്പൺ ആക്കുകയാണ്. എന്നിട്ടാണ് തേർഡ് വണ്ണിലേക്ക് നേരെ വരുന്നത്, സ്ട്രെച്ച്. ഓക്കെ അല്ലേ? ഇത് ചെയ്യുമ്പോൾ മിക്ക ആളുകൾക്കും കൈ താഴെ എത്താറില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ ഒരു യോഗ ബ്ലോക്ക് എടുത്തിട്ട് ഇവിടെ വെക്കാം, അതിലേക്ക് കൈ വെക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് മുട്ട് നിവർത്തിയിട്ട് തന്നെ ഫസ്റ്റിലേ ചെയ്ത് ശീലിക്കണമെന്നില്ല. അങ്ങനെ നിങ്ങൾ ചെയ്ത് ശീലിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ബാക്കിന് എക്സ്ട്രാ ഒരു ടെൻഷൻ ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് കാല് മുട്ട് മടക്കിയിട്ട്, തുടക്കമാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അത് സേഫ്, കംഫർട്ടായിരിക്കും ഇങ്ങനെ ചെയ്യുക. അപ്പോൾ കൈ രണ്ടും, രണ്ട് കൈകളും രണ്ട് വശത്ത് വരണം. കൈ മുന്നിലും കാല് ബാക്കിലും അല്ല, അപ്പുറത്തും ഇപ്പുറത്തും കൈ വന്നു. അടുത്ത സ്റ്റെപ്പ് അശ്വസഞ്ചലനാസൻ, അതായത് ഫോർത്ത് വൺ, വലത് കാലെടുത്തിട്ട് ബാക്കിലേക്ക് വെക്കാം, റൈറ്റ് ലെഗ്. നമ്മൾ ഏത് കാലാണോ ആദ്യം ബാക്കിലേക്ക് വെക്കുന്നത്, ഇതിൽ നിന്ന് തിരിച്ച് വരുമ്പോഴും അതേ കാലായിരിക്കും ആദ്യം മുന്നോട്ട് വെച്ചില്ലേ. കൈ കഴിയുമെങ്കിൽ കൈ പതിച്ച് വെക്കുക. ബാക്കിലെ കാല് ഓപ്ഷനിലാണ്, മുട്ട് കുത്തിയിട്ട് ഇങ്ങനെ നിന്നിട്ട് ചെയ്യാം. സപ്പോർട്ടാണ്, തുടക്കക്കാരൊക്കെ ചെയ്യുമ്പോൾ സപ്പോർട്ടാണ്. കുറച്ച് നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ മുട്ട് കുത്താതെയും ചെയ്യാം. ഓക്കെ, അടുത്ത കാല് കൂടി ബാക്കിലേക്ക് വെക്കുക, ദണ്ഡാസൻ. സ്ട്രോങ് ആയിട്ട് ഫ്ലോറിന് പാരലായിട്ട് നിൽക്കുക. ഇതിൽ നിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ തൂങ്ങരുത്. അതേസമയം ഏകദേശം സ്ട്രോങ് ആയിട്ട് ടൈറ്റ്. ഇനി അഷ്ടാംഗ നമസ്കാരം. മുട്ട് കുത്തുന്നു, രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ബാക്കിലേക്ക് ഇങ്ങനെ വലിഞ്ഞ് മുന്നിലേക്ക് വരാം, അതല്ലെങ്കിൽ ഇതിൽ നിന്ന് നേരിട്ട് മുട്ട് കുത്തി ചെസ്റ്റിന് നിലത്ത് വെക്കാം. ഇപ്പോൾ കൈക്ക് പവർ ഉണ്ടെങ്കിൽ നേരെ പോകാൻ പറ്റും. കൈക്ക് സ്ട്രെങ്ത് കുറവാണെങ്കിൽ ഒന്ന് ബാക്കിലേക്ക് പോയിട്ട് മുന്നോട്ട് വന്നാൽ മതി. രണ്ടായാലും അഷ്ടാംഗങ്ങൾ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമ്മുടെ താടി, കൈകൾ, ചെസ്റ്റ്. ആ ചെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ കാൽമുട്ടാണ് നിലത്ത് ടച്ച് ചെയ്യുന്നത്. അവിടെ വയറ് നിലത്ത് ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാവുക, ബട്ടക്സ് കുറച്ച് പൊന്തിച്ച് പിടിച്ചതുപോലെ. ക്ലിയർ ആയോ?
അതിൽ നിന്നും ഹോൾഡ് ചെയ്തു. 7 ഭുജംഗാസൻ. 2 തൈസും നിലത്തിരിക്കണം. കൈകൾ ഒരു തുടക്കക്കാർ ചെയ്യുമ്പോൾ ഇങ്ങനെ തൂങ്ങി പിടിച്ചിട്ടുണ്ടാവുക. ക്രമേണ ഇതിലേക്ക് മാറ്റുക. അതായത് എൽബോ കുറച്ച് മടക്കി ചെസ്റ്റ് ഓപ്പൺ ആക്കി മുൻപിലേക്ക് നോക്കി കറക്റ്റായിട്ട് നിൽക്കുക. ഓക്കെ അല്ലേ? ഇത് 7 ഏഴാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ. അടുത്തത് 8 മൗണ്ടെയിൻ പോസ്. ബാക്കിലേക്ക് ഈ പോസ്ചർ എത്ര പെർഫെക്റ്റ് ആക്കുന്നോ അത്രയും നിങ്ങളിലൊരു മാറ്റം റിഫ്ലക്റ്റ് ചെയ്യും. ബാക്കിലേക്ക് തള്ളി അമർത്തി അപ്പർ ബോഡിയൊക്കെ ഓപ്പണായി നിവർന്ന് സ്ട്രെച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യുക. ഇവിടുന്ന് അങ്ങോട്ട് റിപ്പീറ്റേഷനാണ്. ഫസ്റ്റ് ചെയ്ത സ്റ്റെപ്പുകളാണ് വരുന്നത്. അതായത് ആദ്യം നമ്മൾ വലത് കാലല്ലേ പുറകിലേക്ക് വെച്ചത്, അപ്പോൾ ഇനി അങ്ങോട്ട് വലത് കാല് തന്നെ എടുത്ത് മുന്നോട്ട് വെച്ചു. ക്ലിയർ അല്ലേ? ഈ സ്റ്റെപ്പ് എല്ലാവർക്കും റിസ്ക് ആയിരിക്കും, കാല് മുന്നോട്ട് കയറില്ല. അപ്പോൾ കാലധികം എത്തുന്നില്ലെങ്കിൽ കൈ കൊണ്ടെടുത്ത് കാലിനെ നീക്കി 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 മുന്നിലേക്ക് കൊണ്ടുവന്ന് ശീലിക്കുക, അല്ലാതെ ഇതിലൊരു മാറ്റം വരില്ല. ഇനി 10ാമത്തെ 10 അടുത്ത കാല് കൂടി കയറ്റി വെച്ചു. ആദ്യം ചെയ്ത പാദഹസ്താസനിലേക്ക് വന്നു. 11 കൈ നിവർത്തി സ്ട്രെച്ച് ചെയ്ത് നിവർന്ന് വന്ന് ബാക്കിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്തു. 12 തിരിച്ച് പ്രണാമാസൻ. തുടങ്ങിയെടുത്ത് തന്നെ അവസാനിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം നിന്ന് അതേ സ്ഥലത്തുണ്ടാവും നമ്മുടെ കാലുകളും ഒക്കെ. ഈ ഒരു രീതിയിൽ വേണം കംഫർട്ടായിട്ട്. അപ്പോൾ ഇതിൽ എങ്ങനെ നിങ്ങൾക്ക് ചെയ്തു പോകാൻ പറ്റും നോക്കുക, ഓരോ സ്റ്റെപ്പുകളും. ഞാൻ പറയുന്നു, തുടക്കമാണെങ്കിൽ പെർഫെക്ഷൻ നോക്കുകയേ വേണ്ട, നമ്മൾ മുടങ്ങാതെ അതിലൂടെ കടന്നു പോകുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം. ബാക്കിയുള്ളത് താനെ വന്നോളും. ചെയ്തു പോവാം. ആദ്യം കൈ തൊഴുത് പിടിച്ചു, ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. അതേപോലെ തേർഡ് വൺ മുന്നോട്ട് വന്നു. ഇനി ലെഫ്റ്റ് ബാക്കിലേക്ക്, കാരണം നേരത്തെ നമ്മൾ റൈറ്റ് ആണ് ആദ്യം ബാക്കിൽ വെച്ചത്. അടുത്ത കാലുകൂടി ബാക്കിലേക്ക് വെച്ചു, മുട്ടുകുത്തുന്നു, നേരെ താഴേക്ക് വരാം. 7 ഭുജംഗാസൻ. 8 മൗണ്ടെയിൻ പോസ്. 9 ലെഫ്റ്റ് മുന്നോട്ട്, ഇടത് കാല്. 10 അടുത്ത കാല് കൂടി കയറ്റി വെച്ചു. 11 നിവർന്ന് വരാം. 12 കംപ്ലീറ്റ്. ആക്ച്വലി ഇപ്പോൾ ഒരു റൗണ്ടായി. നമ്മൾ റൈറ്റ് സൈഡും ചെയ്തു, ലെഫ്റ്റും ചെയ്തപ്പോൾ ഒരു റൗണ്ട് സൂര്യ നമസ്കാരം കംപ്ലീറ്റ് ആയി. ഇനി കുറച്ചുകൂടി ഒന്ന് ഫ്രീ ആയിട്ട് ചെയ്ത് നോക്കുക. വീണ്ടും ചെയ്യാം. കാല് ചേർത്ത് വെക്കുക, കൈകൾ തൊഴുത് പിടിക്കുന്നു, സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ബാക്കിലേക്ക്. തേർഡ് വൺ മുന്നോട്ട്, വലത് കാല് ബാക്കിലേക്ക്, ഇടത് കാല് ബാക്കിലേക്ക്, നേരെ താഴേക്ക് വരാം. 7 ഭുജംഗാസൻ. 8 മൗണ്ടെയിൻ. 9 റൈറ്റ് മുന്നോട്ട്, വലത് കാല് കയറ്റി വെക്കുക കേട്ടോ. എത്തുന്നില്ലെങ്കിൽ കുറച്ച് നീക്കി കൊടുക്കുക. 10 അടുത്ത കാല് കൂടി കയറ്റി വെക്കാം. 11 നിവർന്ന് വരാം. 12 കംപ്ലീറ്റ്. വീണ്ടും 2 3 4 ലെഫ്റ്റ്, 5 റൈറ്റ്, 6 ഡൗൺ താഴേക്ക് വന്നു. 7 8 9 10 11 12 2 3 4 കാല് ബാക്കിലേക്ക് വെക്കാം. 5 6 7 8 9 10
11, 12. ലാസ്റ്റ് റൗണ്ട് 2. ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. 3, 4, 5, 6, 7, 8, 9, 10, 11, 12. കംപ്ലീറ്റ്. ഇങ്ങനെ റൈറ്റും ലെഫ്റ്റും മാറി മാറി പതുക്കെ ചെയ്താൽ മതി. എത്ര റൗണ്ട് നിങ്ങൾക്ക് പോവോ അത്രയും അങ്ങനെ ചെയ്തു പോവാം. സൂര്യ നമസ്കാരത്തിന് പ്രോപ്പർ ഒരു ബ്രീത്ത് കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത സെഷനിലായിട്ട് പറയാം. എല്ലാം കൂടി ഒരുമിച്ച് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഇനി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം. നേരെ മാറ്റിലേക്ക് ഇരിക്കുക. കാലൊക്കെ മടക്കി വെച്ചിട്ട് നമുക്കൊന്ന് കണ്ണടച്ച് വളരെ റിലാക്സ്ഡ് ആയിരിക്കുക. നമ്മുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാം. ശരീരത്തിലും മനസ്സിലും ഒക്കെ അനുഭവപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധ വെക്കുക. നമ്മുടെ എനർജിയുടെ ഫ്ലോ, ഹാർട്ട് ബീറ്റ്, ശ്വാസത്തിൻ്റെ സ്വഭാവം, എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സാവധാനം പുറത്തേക്ക് വിടാം. വീണ്ടും ദീർഘശ്വാസം എടുക്കാം, പുറത്തു വിടാം. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ നാഡീശുദ്ധി ചെയ്യാം. അതായത് നമ്മുടെ വലത് കൈ കൊണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത് നോക്കിയിരുന്നു, ഓർമ്മയുണ്ടല്ലോ അല്ലേ? തമ്പ് ഉപയോഗിച്ച് നമ്മുടെ റൈറ്റ് നോസ്റ്റിൽ അടച്ചു പിടിക്കാം. കണ്ണടച്ച് വെച്ച് ചെയ്താൽ മതി, ജസ്റ്റ് കാണിക്കുകയാണ് ഡെമോൺസ്ട്രേഷൻ. ലെഫ്റ്റ് നോസ്റ്റിലൂടെ സാവധാനത്തിലുള്ള ദീർഘശ്വാസം പതുക്കെ എടുക്കൂ. അപ്പുറത്തുള്ള വിരൽ കൊണ്ട് ലെഫ്റ്റ് ക്ലോസ് ചെയ്തു. ശേഷം റൈറ്റിലൂടെ എക്സേൽ ചെയ്യാം. വീണ്ടും റൈറ്റിലൂടെ ഇൻഹേൽ ചെയ്യാം, ക്ലോസ് ചെയ്യുക. ലെഫ്റ്റിലൂടെ എക്സേൽ. ലെഫ്റ്റിലൂടെ ഇൻഹേൽ ചെയ്യൂ, ക്ലോസ് ചെയ്തു. റൈറ്റിലൂടെ എക്സേൽ. വീണ്ടും റൈറ്റിലൂടെ ഇൻഹേൽ, ലെഫ്റ്റിലൂടെ എക്സേൽ. കണ്ടിന്യൂ.
ഇടതുഭാഗത്തൂടെ ശ്വാസം വിടുന്ന സമയത്ത് പതുക്കെ അവസാനിപ്പിക്കാം. കണ്ണ് തുറക്കാതെ കൈകൾ താഴെ വെച്ചിട്ട് റെസ്റ്റ് എടുക്കാം. ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. കൈകൾ രണ്ടും ഒന്ന് ചൂടാക്കിയിട്ട് കണ്ണിലേക്ക് വെക്കാം. അതല്ലെങ്കിൽ കണ്ണ് തുറക്കാതെ കിടക്കണമെങ്കിൽ കിടന്നിട്ട് റെസ്റ്റ് ചെയ്യാം. അതിനുശേഷം എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ ചെയ്താലും മതി. ശേഷം സാവധാനം കണ്ണ് തുറക്കാം. നമസ്തേ. നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ ചെയ്ത നാഡീശുദ്ധി പ്രാണായാമം സെപ്പറേറ്റ് വീഡിയോസ് ഉണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ വീഡിയോയുടെ ലാസ്റ്റ് യോഗനിദ്ര, ഒരു കംപ്ലീറ്റ് റിലാക്സേഷൻ പ്രോസസ്സാണത്. അപ്പോൾ ഈ വീഡിയോയുടെ എൻഡിലായിട്ട് യോഗനിദ്രയുടെ വീഡിയോ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഇന്ന് സൂര്യ നമസ്കാരം ചെയ്തു, കുറച്ച് ടയേർഡായെങ്കിൽ നേരെ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുക. ശേഷം മലർന്ന് കിടക്കുക, അതിൽ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എഴുന്നേറ്റിരിക്കുമ്പോൾ വളരെ നിങ്ങൾക്ക് ഒന്ന് നന്നായിട്ടൊന്ന് റിലാക്സ് ആയതുപോലെ ഫീൽ ചെയ്യും നിങ്ങൾക്ക്, ടയേർഡാണെങ്കിൽ. അല്ലെങ്കിൽ കുഴപ്പമില്ല. എല്ലാ ക്ലാസ്സിൻ്റെയും ലാസ്റ്റ് പാർട്ട്, ഇപ്പോൾ ഞാൻ പതുക്കെ കണ്ണ് തുറക്കാമെന്ന് പറയുമ്പോൾ കണ്ണ് തുറക്കാതെ തന്നെ അങ്ങനെ ഇരുന്നിട്ട് ഒരു മെഡിറ്റേറ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാനും സാധിക്കും. പെട്ടെന്ന് നമ്മൾ തിരക്ക് പിടിച്ച് തുറക്കണ്ട. അത് പല രീതികളിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ റിലാക്സ് ചെയ്തുകൊണ്ട് പതുക്കെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തു പോയതിൽ സൂര്യ നമസ്കാരം ചെയ്തു, ഫസ്റ്റ് ലൂസനിങ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നാഡീശുദ്ധി. ഈ നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു സൊല്യൂഷനാണ് ഒത്തിരി ഇഷ്യൂസിന് ആ ഒരു കാര്യം എന്ന് പറയുമ്പോൾ. പക്ഷെ അതിലേക്ക് വരുമ്പോൾ ഉള്ള ബ്രീത്ത് സോഫ്റ്റ് ആയിരിക്കണം, പക്ഷെ ലെങ്ത്തുള്ള ബ്രീത്ത് ആയിരിക്കണം. അപ്പോൾ ഓരോ ശ്വാസത്തിനെയും ശ്രദ്ധിച്ചറിഞ്ഞ് പതുക്കെ ചെയ്യുക. രണ്ട് ഭാഗത്തൂടെ ഒരുപോലെ പാസ് ചെയ്യട്ടെ. അതുമായിട്ട് ബന്ധപ്പെട്ട തിയറി നമുക്ക് വരുന്ന സെഷൻസിൽ ഇങ്ങനെ കുറച്ചായിട്ട് സംസാരിക്കാം. ഇപ്പോൾ സൂര്യ നമസ്കാരത്തിനെ കുറിച്ചാണെങ്കിൽ കുറച്ചുകൂടി പറയാനുണ്ട്. അപ്പോൾ എല്ലാം ഒറ്റയടിക്ക് പറയുന്നില്ല, പകുതി ഇങ്ങനെ പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു.